കേരളത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ ശരിക്ക് ഒരു 2-3 വർഷം എടുക്കും ഏതൊരു സ്റ്റാർട്ടപ്പും അത് ഡെവലപ്പ് ചെയ്ത് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ള ജേണിയിൽ അത് പരാജയപ്പെട്ടു പോകുമ്പോഴാണ് ഇതെല്ലാം നിന്നു പോകുന്നത്. ആ ഒരു 3 വർഷം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ സ്റ്റാർട്ടപ്പിനെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തത്, അത് സോൾവ് ചെയ്തിട്ട് അതിനൊരു ബിസിനസ് മോഡലിൽ ഒരു ഓൺടർപ്രണറായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. ഇങ്ങനെ തുടങ്ങിയ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും ലാസ്റ്റ് വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ 90% സ്റ്റാർട്ടപ്പുകളും ഇപ്പം ഫെയിൽ ആയിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു 3 വർഷം അതൊരു ക്രൂഷ്യൽ ടൈം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അതിന് നിങ്ങൾ സമയം ചിലവഴിക്കാവുള്ളൂ, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.